2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ബഹുമാന്യരെ, മിഷണറിമാരാൽ രൂപീകരിച്ച RCLPS എന്ന ഈ സ്കൂൾ നാളിതുവരെ നടന്ന വഴികളിൽ ധാരാളം നേട്ടങ്ങൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ ഈ സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ നാടും ഈ നാട്ടിലെ കുട്ടികളും തന്നെയാണ്. അനേകം അധ്യാപകരുടെയും നാട്ടുകാരുടെയും PTA അംഗങ്ങളുടെയും വിയർപ്പിൻ്റെ ഫലം തന്നെയാണ് ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് നിദാനം. ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പശുവണ്ണറ വാർഡിലെ RCLP സ്കൂളിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 3/6/2024 9:30 AM RCLPSലെ പൂർവ്വകാല വിദ്യാർത്ഥിയായ ശ്രീ വിൻസെന്റ് സാർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് തുടങ്ങിയ പ്രവേശനോത്സവം ലോക്കൽ മാനേജർ ഫാദർ ഷിജോ ജോസ് കുട്ടികൾക്ക് ജ്ഞാനദീപം തെളിയിച്ചു കൊടുക്കുകയും HM-ഉം അധ്യാപകരും ചേർന്ന് കുട്ടികൾക്ക് മധുരം നൽകുകയും കൈനിറയെ സമ്മാനങ്ങളും ലഞ്ച് ബാഗും നൽകുകയും ചെയ്തു. കുട്ടികൾ വച്ച അക്ഷരത്തൊപ്പികളും അക്ഷര കാർഡുകളുമെല്ലാം അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്താനുള്ള ആദ്യപടി തന്നെയായിരുന്നു. ഈ പ്രവേശനോത്സവത്തിൽ പഞ്ചായത്ത് ജനപ്രതിനിധികൾ സന്നിഹിതരാവുകയും ആശംസകൾ അർപ്പിക്കുകയും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. SMC പ്രതിനിധികളുടെയും PTA MPTA അംഗങ്ങളുടെയും പങ്കാളിത്തം വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ പ്രവേശനോത്സവം കുട്ടികൾക്ക് മറക്കാനാവാത്ത നല്ലൊരു ദിനം സമ്മാനിച്ചു. ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ HM ജസീന്ത ടീച്ചറുടെ നേതൃത്വത്തിൽ സ്റ്റാഫ് മീറ്റിംഗ് കൂടി ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. SRG കൺവീനർ ശ്രീമതി അബില ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി സുനിത ടീച്ചർ, ന്യൂൺമീൽ സഹായി ശ്രീമതി സന്ധ്യ ടീച്ചർ എന്നിവരെ ചുമതലപ്പെടുത്തുകയുണ്ടായി. ക്ലാസ് പ്രവർത്തനങ്ങൾക്കായി 5 പീരീഡുകൾ സജ്ജമാക്കുകയും ചെയ്തു. എല്ലാ ആഴ്ചയിലും പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി SRG യോഗങ്ങൾ കൂടാമെന്നും എല്ലാ ദിനാചരണങ്ങളും ആഘോഷങ്ങളും കൊണ്ടാടാം എന്നും എല്ലാ മാസവും ക്ലാസ് PTA-യും 2 മാസത്തിലൊരിക്കൽ PTA എക്സിക്യൂട്ടീവ് യോഗവും കൂടാമെന്നും തീരുമാനിച്ചു. ക്ലാസ് റൂം പ്രവർത്തനവും അച്ചടക്കവും. 1 മുതൽ 4-ാം ക്ലാസ് വരെ വളരെ അച്ചടക്കത്തോടെ പഠന പ്രവർത്തനങ്ങൾ നടത്താൻ സദാ സന്നദ്ധരാവുന്നു. 5 പീരീഡുകളായി തിരിച്ച് ഓരോ വർഷങ്ങളിലും പ്രാവീണ്യമുള്ള അധ്യാപകർ ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു. അധ്യാപകരെല്ലാം 9 മണിക്ക് മുമ്പ് സ്കൂളിൽ എത്തുകയും മലയാളം, ഇംഗ്ലീഷ്, ഗണിതം ഇവയിൽ അടിസ്ഥാന അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ യൂണിഫോമും ഈ ദിവസങ്ങളിൽ 9:20 അസംബ്ലിയും നടത്തിവരുന്നു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ അസംബ്ലി നടത്തുന്നത് നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഈ വിഷയങ്ങളിൽ പത്രപാരായണം നടത്തുന്നതും പൊതുവിജ്ഞാനത്തിൻ്റെ അറിവ് പകർന്നു കൊടുക്കുന്നതും ഓരോ ആഴ്ചയിലും ഓരോ ക്ലാസ്സിലെ കുട്ടികളാണ്. ഇതിലൂടെ എല്ലാ കുട്ടികൾക്കും അസംബ്ലി നടത്തുന്നതിനും പത്രപാരായണം നടത്തുന്നതിനും പൊതുവിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിനും അവസരം നൽകി വരുന്നു. ഉച്ചഭക്ഷണം. സർക്കാർ കുട്ടികൾക്കായി നൽകി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതി വളരെ നന്നായി സ്കൂളിൽ നടത്തി വരുന്നു. ആഴ്ചയിൽ 2 ദിവസം പാൽ, 1 ദിവസം മുട്ട, ചീര, പയർവർഗ്ഗങ്ങൾ, കിഴങ്ങുകൾ, മത്സ്യമാംസാദികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. സ്കൂൾ വളപ്പിൽ കൃഷി ചെയ്യുന്ന ചീര, പയർ, വെണ്ട, വഴുതന, കത്തിരി, പച്ചമുളക് എന്നീ ജൈവ പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി വരുന്നു. എല്ലാ ദിവസവും അധ്യാപകരോ രക്ഷിതാക്കളോ രുചി പരിശോധിച്ച് രുചി രജിസ്റ്ററിൽ റിപ്പോർട്ട് ചെയ്തു വരുന്നു. സ്കൂൾ PTA ആൻഡ് MPTA. ശ്രീ ഷിബു പ്രസിഡന്റായുള്ള 16 PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും ശ്രീമതി ഷൈനിയുടെ നേതൃത്വത്തിലുള്ള 16 MPTA അംഗങ്ങളും സ്കൂളിൻ്റെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം യത്നിക്കുന്നു. ശാസ്ത്രമേളയും കലോത്സവവും. കാട്ടാക്കട ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ സയൻസിൽ ഓവറോൾ ഫസ്റ്റും പ്രവൃത്തി പരിചയമേളയിൽ 3-ാം സ്ഥാനവും നേടാൻ സാധിച്ചു. കലോത്സവത്തിൽ കാട്ടാക്കട ഉപജില്ലയിൽ നിന്നും 69 പോയിന്റോടെ 4-ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചത് RCLPSനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നേട്ടം തന്നെയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർക്കും
ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച HMനും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നന്ദി. LSS 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നടത്തിവരുന്ന സ്കോളർഷിപ്പ് പരീക്ഷയാണ് LSS. 2023-24 അധ്യയന വർഷത്തിൽ മാസ്റ്റർ പ്രജീഷ്, കുമാരി മാല, കുമാരി ശ്രേയ എന്നിവർ LSS കരസ്ഥമാക്കുകയുണ്ടായി. 2024-25 അധ്യയന വർഷത്തിൽ LSS പരിശീലനം നേടുകയും പരീക്ഷ എഴുതുകയും ചെയ്ത എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു. ഇംഗ്ലീഷ് ഫസ്റ്റ് മോറൽ സയൻസ് ബാലവേദി. കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിൽ നടത്തിവരുന്ന ഇംഗ്ലീഷ് ഫസ്റ്റിൽ ഈ വർഷം ഓവറോൾ സെക്കൻഡ് നേടാൻ സാധിച്ചു. മോറൽ സയൻസ് എക്സാമിന് ജുവൽ M സതീഷ് 3ാം സ്ഥാനം നേടുകയും സ്കോളർഷിപ്പിന് അർഹയാവുകയും ചെയ്തു. ബാലവേദി മത്സരങ്ങളിൽ ഗ്രൂപ്പ് ഡാൻസിന് ഫസ്റ്റ് ഉൾപ്പെടെ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ RCLPSന് കഴിഞ്ഞു. ദിനാചരണങ്ങൾ. നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി ഓരോ ദിനാചരണങ്ങളും വേറിട്ട പ്രവർത്തനങ്ങളോടുകൂടി RCLPS വർണ്ണാഭമാക്കുന്നുണ്ട്. പ്രസംഗ മത്സരം, ചിത്രരചന, പോസ്റ്റർ നിർമ്മാണം, ക്വിസ്, റാലി തുടങ്ങിയവയാണ് അവയിൽ ചിലത്. ഓരോ ദിനാചരണങ്ങളിലും ഓരോ അധ്യാപകർക്കും ചുമതല കൊടുക്കുകയും കുട്ടികൾക്ക് വേറിട്ട അനുഭവം നൽകുകയും ചെയ്യുന്നു. കുട്ടികളുടെ സ്റ്റേജ് ഫിയർ മാറ്റുന്നതിന് ഈ ദിനാചരണങ്ങൾ കുട്ടികളെ സഹായിക്കുന്നു. BRC തലത്തിൽ നടത്തിവരുന്ന ദിനാചരണ പരിപാടികളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും മികച്ച വിജയം കുട്ടികൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു. ശാസ്ത്രദിനത്തിൽ സ്കൂളിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾ 75 പരീക്ഷണങ്ങൾ ചെയ്യുകയുണ്ടായി. ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം എന്നിവ എല്ലാ രക്ഷിതാക്കളുടെയും സഹായത്തോടെ മനോഹരമായി നടത്താൻ സാധിച്ചു. ഓണത്തിന് വിഭവസമൃദ്ധമായ സദ്യയും ക്രിസ്മസിന് ചിക്കൻ ബിരിയാണിയും കുട്ടികൾക്ക് മധുരസ്മരണ ഉണർത്തുന്നവയായി. വിനോദയാത്ര. വിജ്ഞാനവും വിനോദവും നേടുന്നതിലേക്ക് വേണ്ടി RCLPSലെ 45 കുട്ടികളെയും 9 അധ്യാപകരെയും 15 രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി 2024 ഡിസംബർ 20-ാം തീയതി എറണാകുളത്തേക്ക് വിനോദയാത്ര പോവുകയുണ്ടായി. എറണാകുളത്തെ ബോട്ട് യാത്ര കുട്ടികൾ നന്നായി ആസ്വദിച്ചു. ട്രെയിനിലാണ് ഈ വർഷത്തെ വിനോദയാത്ര സംഘടിപ്പിച്ചത്. കുട്ടികൾക്ക് റെയിൽ ഗതാഗതം, ജലഗതാഗതം എന്നിവ പരിചയപ്പെടുത്താൻ ഈ യാത്രയിലൂടെ സാധിച്ചു. IT/GK എക്സാം. ഈ വർഷത്തെ IT/GK പരീക്ഷയിൽ നമ്മുടെ സ്കൂളിന് ടോപ്പർ സ്കൂൾ അവാർഡ് ലഭിക്കുകയുണ്ടായി. കുമാരി അപർണ, കുമാരി ജ്വൽ എന്നിവർക്ക് സെക്കൻഡ് റാങ്കും കുമാരി ഉത്തരയ്ക്ക് 4th റാങ്കും ലഭിച്ചു. സ്പോർട്സ്. ഉപജില്ലാതല സ്പോർട്സ് മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ ശ്രദ്ധേയമായ സ്ഥാനം കരസ്ഥമാക്കി. ലോങ് ജമ്പിൽ സൂരജ് ഫസ്റ്റും അലൻ BS സെക്കൻഡും അലോന 3ും റിയ 4th പൊസിഷനും കരസ്ഥമാക്കി. 100 മീറ്റർ ഓട്ടത്തിൽ അലൻ BSന് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു. 400 മീറ്റർ റിലേക്ക് അലൻ, അമൽ, ജോയൽ, അബിൻ സജി എന്നീ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മറ്റ് ഇതര പഠന പ്രവർത്തനങ്ങൾ. ചിത്രരചന, കമ്പ്യൂട്ടർ, സ്പോക്കൺ ഇംഗ്ലീഷ്, മ്യൂസിക്, ഡാൻസ്, യോഗ, ഓർഗൻ ക്ലാസ് തുടങ്ങിയ ക്ലാസുകളും സ്പോർട്സ് ട്രെയിനിങ്ങും കുട്ടികൾക്ക് നൽകി വരുന്നു. ഓഗസ്റ്റ് 15-ന് പഞ്ചായത്ത് തലത്തിൽ നടത്തിയ കുട്ടികളുടെ ഹരിതസഭയിൽ പ്രസംഗ മത്സരത്തിന് ജ്വൽ 2ാം സ്ഥാനത്തിന് അർഹയായി. അക്ഷരമുറ്റം ക്വിസിൽ ജൊഹാന് 3ാം സ്ഥാനവും CH മുഹമ്മദ് കോയ പ്രതിഭ ക്വിസിന് 5ാം സ്ഥാനവും സബ് ജില്ലയിൽ സോഷ്യൽ സയൻസ് ക്വിസിന് 4ാം സ്ഥാനവും ഗണിത ക്വിസിന് 3ാം സ്ഥാനവും ലഭിക്കുകയുണ്ടായി. കുട്ടികളുടെ ക്രിയാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂളിൻ്റെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി 75 പഠന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുട്ടിക്ക് ഒരു മാഗസിൻ എന്ന രീതിയിൽ തയ്യാറാക്കാൻ സാധിച്ചത് RCLPSന്റെ ചരിത്ര നേട്ടം തന്നെയാണ്. കൂടാതെ ഓണപ്പതിപ്പ്, ആസ്വാദനക്കുറിപ്പ്, കൈയെഴുത്ത് പ്രതികൾ, പോസ്റ്ററുകൾ, ചുമർ പത്രികകൾ, സംയുക്ത ഡയറി, സചിത്ര നോട്ട്ബുക്ക് എന്നിവയും രക്ഷിതാക്കളുടെ സഹായത്തോടെ ചെയ്തു വരുന്നു. എല്ലാ മാസങ്ങളിലും
ചെമ്പൂര് PHCയിലെ പ്രവർത്തകർ സ്കൂൾ സന്ദർശിക്കുകയും കുട്ടികളുടെ ആരോഗ്യനില പരിശോധിച്ച് വിലയിരുത്തുകയും ചെയ്യുന്നു. ശ്രീ സെബാസ്റ്റ്യൻ സാറിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വാനനിരീക്ഷണം നടത്തുകയുണ്ടായി. ഇത് സൗരയൂഥത്തെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നതിനും ശാസ്ത്ര അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും നന്നായി സഹായിക്കുന്നു. മലയാള മനോരമയുടെ ബാലജനസഖ്യം ഈ വർഷം RCLPSൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രവേശന കവാടം PTAയുടെയും നല്ലവരായ നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ മനോഹരമായ പ്രവേശന കവാടം നിർമ്മിക്കാൻ സാധിച്ചു. എൻ്റെ സ്കൂൾ HM ജസീന്ത ടീച്ചറിനോടൊപ്പം കമ്പ്യൂട്ടർ ടീച്ചർ ഉൾപ്പെടെ 9 അധ്യാപകരും ഒരേ മനസ്സോടെ സ്കൂളിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചു വരുന്നു. 8 ക്ലാസ് മുറികളും 1 കമ്പ്യൂട്ടർ ലാബും ലൈബ്രറിയും 2 ഭക്ഷണശാലകളും അതിമനോഹരമായ പാർക്കും ഗാർഡനും കൃഷിസ്ഥലവും ഉൾപ്പെട്ടതാണ് എൻ്റെ വിദ്യാലയം. എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളാണ്. ഭവന സന്ദർശനം ഈ അധ്യയന വർഷത്തിൽ എല്ലാ കുട്ടികളുടെ വീടുകളും 2 പ്രാവശ്യം സന്ദർശിക്കുകയും കുട്ടികളുടെ സാമ്പത്തിക ഭദ്രത മനസ്സിലാക്കുകയും ചെയ്ത് രോഗികളായ രക്ഷിതാക്കളെയും കുട്ടികളെയും സന്ദർശിച്ച് സഹായങ്ങൾ ചെയ്തു വരുന്നു. നന്ദി. ഒത്തിരിയേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ അധ്യയന വർഷമാണ് ഈ വർഷത്തേത്. ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിച്ച സർവേശ്വരന് നന്ദി അർപ്പിക്കുന്നു. പുതുമയാർന്ന പ്രവർത്തനങ്ങൾ പുതുതലമുറയെ വാർത്തെടുക്കുന്നു. പുത്തൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ തരുന്ന കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോസഫ് അനിലിനും വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന സ്കൂൾ മാനേജർ ഫാദർ ഷിജോ ജോസിനും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. സ്കൂൾ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ ഷിബുവിനും മറ്റംഗങ്ങൾക്കും MPTA പ്രസിഡന്റ് ശ്രീമതി ഷൈനിക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ പ്രവേശന കവാട നിർമ്മാണത്തിനായി അക്ഷീണം പ്രവർത്തിച്ച PTA പ്രസിഡന്റ് ഷിബുവിനും നല്ലവരായ നാട്ടുകാർക്കും എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല സഹകരണവും പിന്തുണയും തന്നുകൊണ്ടിരിക്കുന്ന ആര്യങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗിരിജകുമാരിക്കും വൈസ് പ്രസിഡന്റ് ശ്രീ ജീവൽ കുമാറിനും മറ്റെല്ലാ അംഗങ്ങൾക്കും വാർഡ് മെമ്പർ ശ്രീമതി UR കാവേരിക്കും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. സ്കൂളിൻ്റെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന PTA MPTA അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും മുന്നേറുന്നതിന് നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.